ഭാവിയുടെ പ്രതീക്ഷകളായ യുവതലമുറയെ സമൂലം തകർക്കുന്ന രാസലഹരിയും ലഹരി മാഫിയകളും സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്നും അവരെ ഉന്മൂലനം ചെയ്യുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഏറ്റുമാനൂർ MLA നാട്ടകം സുരേഷ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ലഹരി മാഫിയയുടെ പിടിയിലായിരുന്നുവെന്നും അന്നത്തെ സർക്കാർ ലഹരി മാഫിയയെ തകർക്കുവാൻ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചില്ലെന്നും നാട്ടകം സുരേഷ് കുറ്റപ്പെടുത്തി. ലഹരി മാഫിയകൾക്കെതിരെ കർക്കശമായ നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടച്ചിറ മേരി മൗണ്ട് പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ നിയോജക മണ്ഡലം തല സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അതുപോലെ തന്നെയുള്ള മറ്റു നമ്മൾ അതിലേക്ക് അത് നമ്മുടെ ഭൂപടത്തിൽ നമ്മൾ നീക്കേണ്ടിരുന്നു. ഇന്ന് അതിനേക്കാൾ വലിയ മാറ്റമുള്ള ഒരു രോഗമാണ് നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ മൂലമുള്ള ക്യാൻസറിനേക്കാൾ അപ്പുറമായ ഒരു മാറ്റം. അത് വൈദ്യുതിക്കുന്നത് നമ്മുടെ കുട്ടികളെ അതില്ലാതെ നാളെ തലമുറയാണെന്ന് അതിന്റെ നാശപ്പെടുത്തിക്കുന്നത് കുടുംബങ്ങളിലാണ്. ഇത് നമ്മൾ അനുഭവിക്കാൻ പാടില്ല. ഇത് അനുഭവിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പാടില്ല. ഇതിനെ പാടുന്നത് അവസാനിപ്പിക്കണം. അതിന് നമ്മൾ തയ്യാറായി നമ്മൾ ഏറ്റവും വലിയ ബാധകമാകുന്ന കാര്യത്തിലാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ റാലികളും സമ്മേളനങ്ങളും നടത്തി. നഗരസഭാ ഉപാധ്യക്ഷ പുഷ്പ വിജയകുമാർ അധ്യക്ഷയായിരുന്നു. DYSP KS അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ പുതിയ സർക്കാർ നിലവിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അനൗൺസ് ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തല അനൗൺസ് ചെയ്ത ഒരു വൻ പ്രോജക്റ്റാണ് ഓപ്പറേഷൻ തൂഫാൻ നാർക്കോട്ടിക് ഫണ്ട് എന്ന പരിപാടി. ഈ പരിപാടി കൂടി ഇന്ന് സംസ്ഥാനമൊട്ടാകെ ഓരോ നിയോജക മണ്ഡലത്തിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് ആചരിക്കുകയാണ്. നാർക്കോട്ടിക് സെൽ DYSP KR ബിജു, ഏറ്റുമാനൂർ SHO T രാജേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ AO സജി, ആനന്ദ് പഞ്ഞിക്കാരൻ, AP ഗോപി, ജയ സജിമോൻ, ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർ മാത്യു വാക്കത്തുമാലി, ഏറ്റുമാനൂർ AEO ശ്രീജ P ഗോപാൽ, കട്ടച്ചിറ മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ മാനേജർ സിസ്റ്റർ മോളി അഗസ്റ്റിൻ, ഏറ്റുമാനൂർ എക്സൈസ് റേഞ്ച് ഓഫീസർ ജോമോൻ ജോർജ്, കുമരകം SHO ഷോജോ വർഗീസ്, ഗാന്ധിനഗർ SHO MK രാജേഷ് എന്നിവർ പ്രസംഗിച്ചു.